ആഴ്ച കണ്ണ് കാണാത്തിടത്ത് നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും പതിവ് പോലെ നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് കാരണമായി ഇന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങളെപ്പോലെ അഥവാ നിങ്ങളെക്കാൾ അധികം സന്തോഷിക്കുവാനൊരവസരം കൂടെ നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ആവർത്തിച്ചു പറയട്ടെ, വിടുതൽ, അതെ, നിങ്ങൾ വിടുവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ നോട്ടം സ്വർഗത്തിലേക്കാകുന്നതിന് കാരണം ഞങ്ങളുടെ വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരുന്നതിന് കാരണം ആ വിടുതൽ ദൈവികമെന്നുള്ളത് തന്നെ. വിടുവിക്കപ്പെടുവാൻ ബന്ധിക്കപ്പെട്ട, ബാധിക്കപ്പെട്ട, പിടിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ പല നിലകളിൽ പലവരും ശ്രമിച്ചു പരാജയപ്പെട്ടവരാണ് നിങ്ങൾ. പരാജയത്തിന്റെ ഒരു ചരിത്രം ഇന്നലകളിൽ നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങളായി ശ്രമിച്ചു, കഠിനമായി അധ്വാനിച്ചു, ഭാഗ്യത്തിൽ ആശ്രയിച്ചു. ഒപ്പമുള്ളവർ, നിങ്ങൾക്ക് വേണ്ടി പലതും ഇന്നലകളിൽ ചെയ്തിട്ടുള്ളവർ, ചെയ്യുവാൻ ശേഷിയുള്ളവർ ചെയ്തു. അവിടെയും പരാജയപ്പെട്ടു. അർത്ഥാൽ മാനുഷികമായി നിങ്ങൾ പരാജയം കണ്ടവരാണ്. അവസാനം ആരെപ്പോലെ? ആ രക്തസ്രവക്കാരിയെ പോലെ. മർക്കോസ് എന്ന സുവിശേഷകൻ ആ രക്തസ്രവക്കാരിയെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്നു, അവൾ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്കതറിയാമല്ലോ, 25 മുതലുള്ള വാക്യങ്ങളിൽ, അവൾ ഏറിയ വൈദ്യന്മാരെ കണ്ടു. നീണ്ട 12 വർഷങ്ങൾ തൻ്റെ അറിവും തൻ്റെ ബുദ്ധിയും തൻ്റെ എക്സ്പീരിയൻസും തന്നെ പറഞ്ഞു പഠിപ്പിച്ച വിധത്തിൽ സൗഖ്യം കിട്ടുമെന്ന് കരുതിയിടത്തൊക്കെ അവൾ കടന്നുപോയി. വൈദ്യന്മാരെ കണ്ടു. തനിക്കുള്ളതൊക്കെ തൻ്റെ മാതാപിതാക്കൾ തനിക്ക് തന്നത്, തൻ്റെ ഭർത്താവ് അധ്വാനിച്ച് തൻ്റെ തലമുറകൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുവാൻ, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കുവാൻ തന്നതൊക്കെ ചിലവഴിച്ചു. ലോകപ്രകാരം അവൾ ചിലവഴിച്ചു. വൈദ്യന്മാരുടെ അടുക്കൽ പോയി. അന്ന് വൈദ്യന്മാരെക്കാൾ അധികമായുള്ള മന്ത്രവാദികളുടെ അടുക്കലും പോയിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഇത് പറയുമ്പോൾ എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ വിടുതലിന് വേണ്ടി മന്ത്രവാദികളുടെ അടുക്കൽ, മന്ത്രവാദ പുരകളിൽ ആരും കാണാതെ തലയിൽ തുണിയിട്ട് അർദ്ധരാത്രി സമയങ്ങളിൽ പോയി നിൽക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കേൾക്ക്, മന്ത്രവാദിയല്ല, വെളിച്ചപ്പാടനല്ല, ക്ഷുദ്രപ്രയോഗകനല്ല, നിന്റെ പോക്കറ്റിലെ പൈസ കൊണ്ട് ചെയ്യുന്ന നേർച്ച കാഴ്ചകളല്ല നിന്റെ വിടുതലിന് അടിസ്ഥാനമായി മാറുവാൻ പോകുന്നത്. സർവശക്തനായ ദൈവം മാത്രം. അതേ, ഇന്നലകളിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ നിലനിർത്തിയ ദൈവം, തന്റെ സ്നേഹത്താൽ നിന്നെ വിളിച്ച് പുറത്തിറക്കിയ ദൈവം നിശ്ചയമായും നിന്നെ വിടുവിക്കും. ദൈവത്തിലൂടെ മാത്രമേ ഒരു വിടുതലുള്ളൂ. മന്ത്രവാദ പുരകളിൽ നിനക്കൊരാശ്വാസം ലഭിക്കത്തില്ല. നിന്റെ പോക്കറ്റിലെ പണം കൊണ്ട് അവർക്കൊരാശ്വാസം ലഭിച്ചേക്കാം. ശാപമായി വരാതിരിക്കുവാൻ ഇനി ആ വഴിക്ക് പോകരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് ഇന്ന് നിന്നെ വിടുവിക്കുക. ദേശത്തിലെ ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും ക്ഷുദ്ര പ്രയോഗകനും കണ്ടെത്തി തരുവാൻ കഴിയാത്ത, നേടിത്തരുവാൻ കഴിയാത്ത വിടുതൽ എൻ്റെ യേശുവിലൂടെ ഇന്ന് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകുകയാണ്. നോക്കൂ, അങ്ങനെ തന്നെ അവൾ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്കെത്തി. അതുപോലെ നിങ്ങളും വഴികളെല്ലാം അടഞ്ഞ് യേശുവിൻ്റെ അടുക്കലെത്തി പ്രാപിക്കേണ്ടത് പ്രാപിച്ചു. അർത്ഥാൽ വിടുതലിന് കാരണം ഞാനല്ല, ഞാനൊരു മുഖാന്തരം മാത്രം. പ്രൈസർ ഫാമിലി ഒരു മുഖാന്തരം മാത്രം. അവിധത്തിൽ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ഇട്ടമുറിയാതെ സംഭവിക്കണമെന്ന ആഗ്രഹത്തോടെ, വെറും ആഗ്രഹമുണ്ടായാൽ മാത്രം പോരല്ലോ, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പ്രാർത്ഥനാമുറിയിൽ സമയം വേർതിരിച്ചു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന വിടുതലിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് അറിയിച്ചു. കണ്ണ്
കാണാത്തിടത്ത് നിന്ന്, അതെവിടെയാ? സ്വർഗത്തിൽ നിന്ന് ഒരു ഉറവ തുറന്ന് വരും ശൂന്യതകളെ മാറ്റുവാൻ. സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ചില ഇല്ലായ്മകൾക്ക് അറുതി വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ഉറവയൊന്ന് നിന്റെ ജീവിതത്തിലേക്ക് തുറന്ന് തരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. അതെ, ഞാൻ നോക്കി കാണാത്തിടത്ത് നിന്ന് എൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മ മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറ്റുവാൻ, ഞാൻ അനുഭവിക്കുന്ന നിന്നയും നിരാശയും കണ്ണുനീരിന്റെ അനുഭവങ്ങളും മാറുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ഉറവ തുറന്ന് തരുമെന്ന് വിശ്വസിക്കുന്നവർ, ശൂന്യതയിൽ നിന്നൊരു ഉറവ അതുവരെ അവൾ കണ്ടില്ല. ആരാണ്? ഹാഗർ. അതുവരെ കണ്ടില്ല. കാണാത്തത് കൊണ്ടാണ് അവൾ നിലവിളിച്ചത്. തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചിന്ത അവിടെ നിന്നല്ല, എങ്കിലും പറഞ്ഞു പോകട്ടെ. തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ ഹാഗർ എന്ന മിസ്രീമിയ ദാസിയല്ല, ഹാഗർ എന്ന അമ്മ, ഇസ്മായിൽ എന്ന ബാല്യക്കാരന്റെ അമ്മ, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കി. എവിടെ? തുരുത്തിയിലെ വെള്ളം തീർന്ന് എൻ്റെ കുഞ്ഞു വഴിയിൽ മരണപ്പെട്ടു പോകാതിരിക്കുവാൻ ഒരു തുള്ളി ദാഹജലം കിട്ടും നോക്കി. ഇല്ല, അവിടെ ഒന്നുമില്ല. അവളുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നിടത്തൊന്നും ഇല്ല. എന്നാൽ വചനം പറയുന്നു, ബാലൻ മരണപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ശൂന്യതയിൽ നിന്ന് ബേർഷേവ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു. പ്രിയ അമ്മേ, പ്രിയ പിതാവേ, നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ, പറഞ്ഞു ചിരിക്കുവാൻ, പരിഹസിക്കുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അവരൊന്നുമില്ലാത്തവരായി തലകുനിക്കാതിരിക്കുവാൻ വേണ്ടി ദൈവം ശൂന്യതയിൽ നിന്ന് ചില ഉറവകളെ തുറക്കുക, ചില വഴികളെ തുറക്കുക. നിന്റെ തലമുറയ്ക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ജോലി ലഭിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് കെട്ടി കയറി പോയ ഭവനത്തിൽ അവൾ നിന്നയായി തീരാതിരിക്കുവാൻ ഇന്ന് അവൾ നിന്ന് അനുഭവിക്കുന്നുണ്ട്. അവൾ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. നിനക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചോദിച്ചു പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നീ ദുഃഖിതയായിരിക്കുന്നു. കേൾക്ക്, ആ ദുഃഖകാലം മാറിപ്പോകുവാൻ നിന്റെ മകൾക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തു നിന്ന് ഞാൻ ഇങ്ങനെ പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. അവളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചോ അവളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചോ അല്ല, സ്തോത്രം, അവൾ അനുഭവിക്കുന്ന നിന്ന മാറിപ്പോകുവാൻ വേണ്ടി നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് പ്രതിഫലമായി, ഓ സ്തോത്രം, സർട്ടിഫിക്കറ്റിന് പകരം നിന്റെ കണ്ണുനീർ വച്ചിട്ട് ദൈവം അവൾക്ക് വഴി തുറന്നു കൊടുക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും വിധത്തിൽ ദൈവം നിന്റെ തലമുറയ്ക്ക്, മാതാവേ, അവനായിരിക്കുന്ന രാജ്യത്ത് വഴി തുറന്നു കൊടുക്കുക. അവൻ മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ ദിവസവും അവൻ വിളിച്ചു പറഞ്ഞത്, അമ്മേ, ഇനി മുട്ടുവാൻ വാതിലുകളൊന്നുമില്ല. എൻ്റെ പരിചയക്കാരെല്ലാം തീർന്നു, എൻ്റെ പരിചയക്കാരുടെ പരിചയക്കാരും തീർന്നു. പ്രതീക്ഷയോടെ പല വാതിലുകളിലും ഞാൻ മുട്ടി, പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഇനി പ്രതീക്ഷിക്കുവാൻ തക്കതൊന്നുമില്ല. മടങ്ങി വരവ് മാത്രമേ മുൻപിലുള്ളൂ. വലിയ ബാധ്യതയിലേക്ക്, അതിലുപരിയായ നിന്നയിലേക്ക്, തകർച്ചയിലേക്ക് ഒരു മടങ്ങി വരവ് മാത്രമേ ഉള്ളൂ. കേട്ട് കരയുന്നുണ്ട് ഉള്ളം കൊണ്ട്. പ്രിയ മാതാവേ, നീ കേൾക്ക്. അവൻ പറഞ്ഞു, അവൻ അറിയുന്ന വാതിലുകളെല്ലാം അടഞ്ഞു. ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നോട് വിളിച്ചു പറയട്ടെ, അവൻ അറിയാത്ത വാതിൽ സ്വർഗത്തിൽ തുറക്കുന്നുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ രാജ്യത്ത് അവൻ തുടരുവാൻ തക്കവണ്ണം ദൈവം വാതിൽ തുറക്കുന്നുണ്ട്. വെറും വാക്ക് പറഞ്ഞു പോവുകയല്ല, വാക്യ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങൾ കാറ്റ് കാണുകയില്ല. അവരുടെ ചില സംശയങ്ങളെ കട്ട് ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യമേ പറയുക, എടാ നോക്ക്, താഴ്വര നിറയുമെന്ന് കേൾക്കുമ്പോ തന്നെ മുകളിലേക്ക് നോക്കും. കാറ്റുണ്ടോ? കാറ്റ് മേഘത്തെ തള്ളിക്കൊണ്ട് വരുന്നുണ്ടോ? ആ മേഘം ജലമുള്ളതാണോ?
മഴക്കാറാണോ? ആണോ? ഇതൊക്കെയാണ് ചിന്തകളും ചോദ്യങ്ങളും. എന്തെങ്കിലും കേട്ട ഉടനെ, ഒരു ദൂത് കേട്ട ഉടനെ, ഒരു ആലോചന കേട്ട ഉടനെ, അങ്ങനെ സംഭവിക്കുമോ, അവര് വിളിക്കുമോ, ഇവര് തരുമോ, അവൻ ശരിയാകുമോ? നോ നോ നോ. നീ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഒന്നും നീ കാണത്തില്ല. പക്ഷേ ഒന്നുണ്ട്, താഴ്വരെ നിറച്ച കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, താഴ്വരെ നിറച്ച കർത്താവ്, കാറ്റും മഴയും ഇല്ലാതിരിക്കുമ്പോഴും താഴ്വരെ നിറച്ചൊരു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ല. നിന്റെ തലമുറകളെ കുറിച്ച് തന്നെ ഇന്നലത്തെകളെക്കാൾ അധികമായി അവർ അകന്നകന്നു പോകുന്നു, മദ്യത്തിൽ പിടിപ്പെട്ട്. കഴിഞ്ഞ നാളുകളിൽ ചില സമയങ്ങളെങ്കിലും മദ്യത്തിന്റെ മണമില്ലാത്ത വായോടുകൂടി അവർ സംസാരിച്ചു. ഇന്ന് ഏത് സമയവും വെള്ളത്തിലാണ്. പല പല ലഹരികൾ മാറി മാറി ഉപയോഗിക്കുന്നു. പല നിലകളിൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. മോശം കൂട്ടുകെട്ടുകളിൽ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുവാൻ അവർ മത്സരിക്കുന്നു. ഇനി രക്ഷയില്ല. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ലോകം നിന്നെ പറഞ്ഞു പഠിപ്പിച്ച ചില വഴികളിലൂടെ അവർ നടക്കണം. അവർ ശ്രമിക്കണം. അവരെ പുറത്തു കൊണ്ടുവരുവാൻ ചിലർ വരണം. അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകണം. കാറ്റും മഴയും ഉണ്ടെങ്കിൽ താഴ്വര നിറയും. ഇതിനു വേണ്ടി നീ ബൈബിളൊന്നും വായിക്കണ്ട. ആമേൻ. ഇതിനു വേണ്ടി നീ ദൈവത്തെ വിശ്വസിക്കുകയൊന്നും വേണ്ട. കാറ്റും മഴയും ഉണ്ടെങ്കിൽ താഴ്വര നിറയ്ക്കുന്ന ആ ആസ് യൂഷ്വൽ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കേണ്ട. കാറ്റില്ല, മഴയില്ല, പക്ഷെ താഴ്വര നിറയും. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്ന് നിന്റെ തലമുറകളിൽ നീ കാണാതിരിക്കുമ്പോഴും നിന്റെ തലമുറകളുടെ മാനസാന്തരത്തെ ഈ പകലിൽ ഞാൻ പ്രവചിച്ചു പറയുക. ആ മദ്യപാനത്തിൽ നിന്ന്, ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന്, തകർച്ചയുടെ ആഴത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവേ, അതങ്ങനെ നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. കാറ്റില്ല, മഴയില്ല. സാഹചര്യം എന്താണ്? 3-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സാഹചര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു അവകാശ തർക്കം അല്ലെങ്കിൽ ഒരു കരാർ ലംഘനം സംഭവിക്കുകയാണ്. 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ രാജാവായ മേശ, നല്ല പേരല്ലേ, ആ മേശയും മോവാബിയ രാജാവും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആ കരാറിന് ബ്രേക്ക് ഉണ്ടായി. കരാർ ലംഘിക്കപ്പെട്ടു. മേശയ്ക്ക് അഥവാ ഇസ്രായേൽ രാജാവിന് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതെയായി. അങ്ങനെ ചിലർ അതിനെ കേൾക്കുന്നുണ്ട്. ചില കരാർ ലംഘനങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, അത് ഔദാര്യമല്ല, ചുമ്മാ കിട്ടുന്നതല്ല, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. സ്തോത്രം അല്ലേ? ആ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നിനക്കറിയാം നീ അവിടെ ജോലി ചെയ്യും, നിനക്കത് കിട്ടും. പക്ഷേ ആ കോൺട്രാക്റ്റുകളെ മാറ്റി വെച്ചുകൊണ്ട് നിനക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ചില തീരുമാനങ്ങൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നു. ഫലമോ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അത് മുഖാന്തരം നീ പ്രശ്നത്തിലായിരിക്കുന്നു. കേൾക്ക്, ആ തടഞ്ഞു വെക്കപ്പെട്ടതിനെ, അതെ, ആ ശമ്പളത്തെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് തരിക. തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തടഞ്ഞു വയ്ക്കപ്പെട്ട ജോലി സമയം എൻ്റെ കർത്താവ് നിനക്ക് തരിക. ആമേൻ. എഗ്രിമെൻ്റ് എഴുതുമ്പോൾ പറഞ്ഞിരുന്ന സമയം ഇപ്പോഴില്ല. എഗ്രിമെന്റ് പറഞ്ഞിരുന്നപ്പോൾ പറഞ്ഞ സാഹചര്യങ്ങൾ ഇപ്പോഴില്ല. എഗ്രിമെന്റ് ചെയ്ത സമയത്തുണ്ടായിരുന്നത് ആ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവം ആമേൻ ആ എഗ്രിമെന്റിനെ പുതുക്കുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഗ്രിമെന്റ് ചെയ്യപ്പെട്ടത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തിരികെ തരിക. ആമേൻ. അത് പിടിച്ചെടുക്കുവാനുള്ള ഒരു അധികാരം, നിന്റെ നന്മകളെ, നിന്റെ അധ്വാന ഫലത്തെ, നിന്റെ അനുഗ്രഹത്തെ പിടിച്ചെടുക്കുവാനുള്ള ഒരു അധികാരത്തെ കർത്താവ് ഇന്ന് നിന്റെ മേൽ പകരുക. ഓ താങ്ക് യു ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസന് ഈ അധികാരം എനിക്കുണ്ടോ? എന്താണ് അധികാരത്തിന് അടിസ്ഥാനം? പ്രാർത്ഥനയും ഉപവാസവും. അതുതന്നെ പ്രൈസ് ഫാമിലി ഇത്ര ശക്തമായി നിങ്ങൾക്ക് മുമ്പിൽ അധികാരത്തോടെ അതിനെ നിങ്ങളിലേക്ക് എത്തും വിധത്തിൽ പ്രവചിക്കുന്നതും അധികാരത്തെ പ്രയോജനപ്പെടുത്തുന്നതും അധികാരപ്രാപ്തിക്കായി ഞങ്ങളെ ശക്തരാക്കി മാറ്റുന്ന പ്രാർത്ഥനയും ഉപവാസവും. എന്താ ഞങ്ങൾക്ക് അതിനുള്ള അവസരമില്ല. അതുകൊണ്ട് പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
സമയക്രമം വ്യത്യാസമുള്ള സ്ഥലത്തായിരിക്കാം, രാജ്യത്തായിരിക്കാം, തിരക്ക് പിടിച്ച ജോലിയുള്ള സ്ഥലത്തോ സ്ഥാനത്തോ തൊഴിലിടത്തിലോ ആയിരിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ, നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനും അധികാരം പ്രാപിച്ച് ചിലതിനെ പിടിച്ചെടുക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. എങ്ങനെയെന്നോ അറിയണമെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, തിരികെ പിടിക്കാം. അത് തന്നെ ബ്രേക്ക് ചെയ്യപ്പെട്ട കരാറുകളെ പുനഃസ്ഥാപിക്കുവാനുള്ള അധികാരത്തെ കർത്താവ് തരുവാൻ പോകുക. നോക്കൂ, അവിടെ കരാർ ബ്രേക്ക് ചെയ്യപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല. കോടതിയിലെല്ലാം സമ്മതിച്ചതാ. സഹോദരി, നഷ്ടപ്പെട്ടു പോയി. നിന്റെ അപ്പനമ്മയും കഷ്ടപ്പെട്ടത്, നീ കൊണ്ടുപോയത്, അത് തിരികെ തരാമെന്ന് കരാർ ചെയ്യപ്പെട്ടു. നിന്റെ മക്കൾക്ക് വേണ്ട തരാമെന്ന് കരാർ ചെയ്യപ്പെട്ടു. പക്ഷെ കരാർ ബ്രേക്കായിരിക്കുന്നു. ഓ സ്തോത്രം. അതൊന്നും അവർ ചെയ്യത്തില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ ബേക്കേ നടന്നത് നീ സമയങ്ങളെ ഉണ്ടായിരുന്നു. നോ നോ നോ, നീ ദൈവത്തിൻ്റെ കോടതിയിലെത്തിയിരിക്കുന്നു. അവിടെ നീതിയുള്ള ഒരു ന്യായാധിപതിയുണ്ട്, എൻ്റെ ദൈവം. ആ ദൈവം അനീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അനുവദിക്കത്തില്ല. കരാർ ചെയ്യപ്പെട്ടത് നിന്റെ കരങ്ങളിലേക്ക് വരിക. യേശുവിൻ നാമത്തിൽ നീ അതിനെ പിടിച്ചെടുക്കുക. ഓ താങ്ക് യു ലോർഡ്. നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് ലഭിക്കുവാനുള്ളത്, ചെന്ന് കയറിയ നാളുകളിൽ നിനക്കൊപ്പം ഉണ്ടായിരുന്നത്, നിന്റെ അധ്വാന ഫലത്താൽ ചേർത്ത് വയ്ക്കപ്പെട്ടത്, അതെ, അത് നിന്നിലേക്ക് വരുവാൻ പോകുക. എല്ലാം കവർന്നെടുത്ത് നിന്നെ അങ്ങനെ പുറത്താക്കി ജയിച്ചു എന്ന് പറയുവാൻ അതാ സങ്കടം. അവരെല്ലാവരും കൂടെ വിചാരിച്ചപ്പോൾ എൻ്റെ എല്ലാം കവർന്നെടുത്ത്, എൻ്റെ ആരോഗ്യം പോയി, യൗവനം പോയി, എൻ്റെ അധ്വാനം പോയി. അത് നീയും കൂടെ അധ്വാനിച്ചതാ. മണിമാളിക കെട്ടി സന്തോഷത്തോടെ അവനായിരിക്കുക പലർക്കും വിരുന്നൊരുക്കുവാൻ വേണ്ടി. നോ 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 നോ, ഒരു പരിപാടിയും നടക്കത്തില്ല. ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുവാൻ പോകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ താങ്ക് യു. കരാറുകൾ ലംഘിക്കപ്പെട്ടത് മുഖാന്തരം നിരാശപ്പെട്ടായിരിക്കുന്നവരെ കർത്താവിന്ന് ആശ്വസിപ്പിക്കുക. ഓ താങ്ക് യു ലോർഡ്. ആ കരാർ ബന്ധിക്കപ്പെട്ടു മോളെ, ആ കരാർ ലംഘിക്കപ്പെട്ടു മോളെ, അതിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. സ്വന്തം പ്രാർത്ഥിക്കണേ. കർത്താവ് ചില പുതിയ കാര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അവൻ ലംഘിച്ചതല്ല, ദൈവം ചില കരാറുകളെ ലംഘിച്ചതാണ്. എന്തിനു വേണ്ടി? ശരിയായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി. ഓ താങ്ക് യു ലോർഡ്. അവൻ നോക്കൂ, അപ്പൊ കരാർ ലംഘിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ജോയിൻ്റായി, ഒന്നായി. ഇവർ പണ്ടേ തമ്മിൽ തല്ലി പിരിഞ്ഞവരാ. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവരൊന്നായി. ഞാൻ പറയട്ടെ, ചില പ്രശ്നങ്ങൾ ചിതറിപ്പോയ നിങ്ങളിൽ ചിലരെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാ. അമേൻ. നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയാ. അമേൻ. സഹോദരി, ചില വഴികൾ അടഞ്ഞത് നിന്റെ കുടുംബത്തിനകത്ത് നീയും നിന്റെ ഭർത്താവും ആ ഒരു പഴയ സ്നേഹത്തിൽ വരുവാൻ വേണ്ടി. നിന്റെ പരാതിയും ആവലാതിയും അതായിരുന്നു. ആ പഴയ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ദൈവദാസനെ, ആ പഴയ സ്നേഹമില്ല. ആ സ്നേഹത്തിനൊന്നും പഴയ ഊഷ്മളതയില്ല. ആ സ്നേഹത്തിനൊന്നും പഴയൊരു മാധുര്യമില്ല. പറയട്ടെ, ചില കരാറുകൾ ലംഘിക്കപ്പെട്ടത്, ചില വഴികൾ അടയപ്പെട്ടത്, ലഭിച്ചുകൊണ്ടിരുന്ന ചിലത് ലഭിക്കാതെ ആയത് പഴയ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ വേണ്ടിയാണ്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം എന്തിന് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, നീ പ്രാർത്ഥിച്ച് ദിവസനിൽ സമയം വേർതിരിക്കുന്നത് വെറുതെയല്ല എന്ന് വരുവാൻ, ആ പഴയ സ്നേഹത്തിലേക്ക് നിന്റെ മക്കൾ നിന്നെ വീണ്ടും അറിയുവാൻ, സ്നേഹിക്കുവാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു അവസരത്തിനായി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത് പൊളിഞ്ഞുപോയി ചിലതൊക്കെ പണിയപ്പെടുവാനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും? അതെ, ഇന്ന് നീ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികൾ കടന്നു വന്നത് നിനക്കൊപ്പം ചിലരൊക്കെ ഇനിയും ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാണ്. ഒരു കൂട്ടായ്മയുടെ അനുഭവം. ഇതിനൊരു സ്പിരിച്വൽ സൈഡുണ്ട്. ആമേൻ. ഒരു ആത്മീയ വശമുണ്ട്. ഒരു ഭക്തൻ എന്ന നിലയിൽ ആ വശത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ആമേൻ. ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നീ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നത്. ആമേൻ. നഷ്ടപ്പെട്ടു പോയൊരു കൂട്ടായ്മയുടെ അനുഭവത്തെ കർത്താവ് നിനക്ക് തിരികെ തരിക. ദൈവവുമായി ചേർന്നിരിക്കുവാനുള്ള ഒരു കൂട്ടായ്മ. സ്തോത്രം. ഇന്ന് കുറവാണ്. വിധത്തിൽ ദൈവവുമായി ചേർത്ത് നിർത്താം. മനുഷ്യനുമായി ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മകൾ അധികരിക്കുന്നു. ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടായ്മകൾ ഇല്ലാതെയാകുന്ന കാലഘട്ടത്തിൽ, അതെ, ദൈവവുമായി ചേർത്ത് നിന്നെ നിർത്തുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം നീ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. വളരെ നാളുകളായി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു. പിന്നെ ആ ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പല വഴിയിൽ ചിതറിപ്പോയ ചിലർ തിരികെ വരുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരികെ വാ. ആമേൻ. സ്തോത്രം. കൂട്ടായ്മ.
എന്നോ നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മയുടെ അനുഭവം അതിനകത്ത് തിരികെ വരിക. ഞാൻ പറയും, കരാർ ബ്രേക്കായത് നന്നായി. സ്തോത്രം. പരീക്ഷയ്ക്ക് തോറ്റത് നന്നായി, മാർക്ക് കുറഞ്ഞത് നന്നായി, അവിടെ നീ സ്ട്രഗിൾ ചെയ്യപ്പെട്ടത് നന്നായി. കാരണം നഷ്ടപ്പെട്ടു പോയ ചിലത് തിരികെ കിട്ടുവാൻ വേണ്ടി ചില കൂട്ടായ്മകൾ, ചില ബന്ധങ്ങൾ, അതെ, ഒരു റീയൂണിയൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്തൊരു റീയൂണിയൻ, ഒറ്റപ്പെട്ടെടുത്ത് നിന്ന് ഒരു റീയൂണിയന്റെ അനുഭവം. ആമേൻ. സന്തോഷത്തോടെ പറയട്ടെ, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത നിങ്ങൾ ആമേൻ ഒരുമിച്ച് യുദ്ധം ചെയ്യുവാൻ പോകുക. മാതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ നിന്റെ ഭർത്താവ് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ പോകുക. താങ്ക് യു. അവരുടെ ഭാവിക്ക് വേണ്ടി നീ നിന്റെ ഭർത്താവും നിന്റെ മക്കളും ചേർന്ന് യുദ്ധം ചെയ്യുവാൻ പോകുക. ഒപ്പം പ്രൈസർ ഫാമിലിയും ഉണ്ട്. ആമേൻ. ആ തൊഴിലിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടി, ആ നന്മകൾക്ക് വേണ്ടി, ആ അവകാശത്തിന് വേണ്ടി. താങ്ക് യു ലോർഡ്. ഈ മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തിട്ട് പറ, ചേട്ടാ സഹോദരി, ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യുമെങ്കിൽ ആമേൻ താഴ്വര നിറയും. സ്തോത്രം. താഴ്വര എന്നാ പേര്. താഴ്വര എന്ന് കേൾക്കുമ്പോഴേ ഉള്ളിൽ പച്ചപ്പാണ്, സമൃദ്ധിയാണ്, സമാധാനമാണ്, ഒരു കുളിരാണ് അല്ലേ? താഴ്വര മനോഹരമാണ്, പച്ചപ്പിൻ്റെ കേദാരമാണ്. അങ്ങൊരു താഴ്വരയുണ്ട്, ഭൂമിയിലെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര. ടകടകയെന്ന് വെടി ഒച്ചകൾ മുഴങ്ങുന്ന കാശ്മീർ എന്ന താഴ്വര. ആ താഴ്വരയെക്കുറിച്ചല്ല, പച്ചപ്പുള്ള സമൃദ്ധിയുള്ള താഴ്വര ഉള്ളിൽ വരുന്നത്. എന്നാൽ താഴ്വര ഇവിടെ മരുഭൂ സമാനമായി മാറിയിരിക്കുന്നു. ആ താഴ്വരെ പച്ചപ്പുള്ളതാക്കി മാറ്റുവാൻ ജലസമൃദ്ധിയുടെ ഉറവകളെ ദൈവം നിന്റെ കണ്ണ് കാണാത്തിടത്ത് നിന്ന് തുറന്നു തരികയാണ്. അമ്മേൻ. നോക്കൂ, 3:17 വരുമ്പോൾ ദൈവം ശൂന്യതയിൽ നിന്ന് ഉറവയെ തുറന്നു. കാറ്റില്ല, മഴയില്ല, പക്ഷേ താഴ്വര നിറഞ്ഞു. എന്തിനാ നിറഞ്ഞത്? അമേൻ. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആടുമാടുകളും, ആദ്യം നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കുവാൻ തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിങ്ങളും നീ സന്തോഷമായി സമാധാനമായി ജീവിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത, ഇല്ലായ്മ മാറും. സഹോദരി, സഹോദര, ആ തൊഴിലിടത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ശൂന്യത, ഇല്ലായ്മ മാറും. നിനക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൂതൊന്ന്, ആ വാഹനം CC കാർ എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ വേണ്ടി CC അടയ്ക്കുവാനുള്ളത് എൻ്റെ ദൈവം നിന്റെ കരത്തിൽ തരും. അതെ, ആ വാഹനത്തിൻ്റെ ലോൺ അടച്ചു തീർക്കുവാനുള്ളത് എൻ്റെ ദൈവം നിന്റെ കരത്തിൽ തരും. നീ ഭവനമില്ലാത്തവനായി തീരാതിരിക്കുവാൻ വേണ്ടത് ജപ്തി നടപടികളുടെ മുൻപിൽ ഭയന്നായിരിക്കുക. ഏത് നിമിഷവും ഉള്ളതൊക്കെ പോകാം, ജപ്തിയായി തീരാം. ഞാൻ അധ്വാനിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടത്, ഞാൻ സ്വപ്നം കണ്ടത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നായിരിക്കുന്നു. കാരണമോ ശൂന്യത, ഇല്ലായ്മ, ലോൺ അടയ്ക്കുവാൻ നിവർത്തിയില്ല. കേൾക്ക്, ദൈവം കണ്ണ് കാണാത്ത വഴിയെ തുറന്നു തരും. അർത്ഥാൽ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ നിനക്ക് വേണ്ടി തുറന്നു തരും. നിന്റെ ഭവനം ജപ്തിയായി പോകത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആമേൻ. അതെ, നിങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം താഴ്വരയെ ജല സമൃദ്ധമാക്കി തീർക്കും. താഴ്വരയിൽ പഴയ പച്ചപ്പ് നിന്റെ ഉള്ളിൽ നീ കാണുന്ന അറിയുന്ന ആ പച്ചപ്പ് ദൈവം നൽകും. മൃഗവാഹനങ്ങൾ കുടിക്കുവാൻ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഉറവ തുറന്ന് വരും. നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ഈ രോഗം മുഖാന്തരം ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഈ രോഗം മുഖാന്തരം നീ കടക്കാരിയായി തീരാതിരിക്കുവാൻ വേണ്ടി ദൈവം ഉറവ തുറന്നു തരും സ്വർഗത്തിൽ നിന്ന്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. പ്രൈസ് ഓഫ് ഫാമിലിയെ കുറിച്ച് അവരോട് പറയുക. അനേകരെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച്, പ്രൈസ് ഓഫ് ഫാമിലിയുടെ നമ്പറുകളിൽ വിളിച്ച് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. പ്രൈസ് ഓഫ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നേരിട്ടും കടന്നു വരാം.
എവിടെയെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കടന്നു വരുവാൻ കഴിയാത്തവർ ലൈവിൽ ജോയിൻ ചെയ്തോ. ലിങ്ക് അവൈലബിൾ അല്ല എങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തത്സമയം ദൈവത്തിൽ നിന്നുള്ള ഒരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീമും ഉണ്ട്. കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നു വരിക. ദൂരത്തായിരിക്കുന്നവർ ലൈവിൽ ജോയിൻ ചെയ്യുക. ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുന്ന വിധങ്ങളെ വർണ്ണിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം നൽകും. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്. അവരും വളരട്ടെ. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പരിചയക്കാർ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരുന്ന ഈ ജ്വരത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ കാണുന്നില്ല, കാറ്റുമില്ല, മഴയുമില്ല, വല്ലാത്തൊരനുഭവത്തിൽ അവർ ആയിരിക്കുന്നു. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനോ കാണുവാനോ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. യേശുവേ, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവർ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കാറ്റും മഴയും ഇല്ലാതിരുന്നപ്പോൾ ഉറവ തുറന്ന് താഴ്വരയെ ജലസമൃദ്ധമാക്കി തീർത്ത കർത്താവ്, ഇവർക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതത്തെ അങ്ങ് പ്രവർത്തിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ കർത്താവ്. എല്ലാ ഇല്ലായ്മകൾക്കും പരിഹാരമുണ്ടാകട്ടെ. ജോലി സ്ഥലങ്ങളിൽ പല നിലകളിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ, ചില വ്യക്തികളുടെ ഉപദ്രവം മുഖാന്തരം ജോലി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. ശമ്പളങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നിരാശപ്പെട്ടായിരിക്കുന്നവരോട് എൻ്റെ ദൈവം അങ്ങ് ഇടപെടണമേ. അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ലഭിക്കേണ്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ. അർഹതപ്പെട്ട പൊസിഷനുകളിലേക്ക്, പോസ്റ്റുകളിലേക്ക് വരത്തട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. ഇവർക്ക് മുമ്പിൽ വാക്തത്വത്തിലേക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുവാൻ പ്രതീക്ഷ വെച്ചായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. ലൈസൻസുകൾ ലഭിക്കട്ടെ. യേശുവേ, എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറിപ്പോട്ടെ. ഇന്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് നല്ല ജോലികൾ നൽകണമേ. ജോലിക്ക് കടന്നു പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. രോഗികളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ദീർഘനാളായി ശരീരത്തെ, മനസ്സിനെ ബലഹീനപ്പെടുത്തിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഭവനത്തിനകത്ത് ഒതുക്കിക്കൂട്ടപ്പെട്ടവർ പുറത്തു വരട്ടെ. തളർന്നുപോയ അവയവങ്ങൾ ബലമുള്ളതായി തീരട്ടെ. ശാരീരം അനുഭവിക്കുന്ന എല്ലാ നിരാശകളും, എല്ലാ ടെൻഷനും മാറിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ഡിപ്രഷൻ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. മാറ്റിവെക്കപ്പെട്ട സർജറികൾ ആമേൻ വിടുതലിന് കാരണമായെന്ന് സാക്ഷ്യമായി മാറട്ടെ. ദൈവത്താൽ സ്തോത്രം, അത്ഭുതം നടന്നു എന്ന് പറയപ്പെടുവാൻ കാരണമായി മാറട്ടെ. വാർദ്ധക്യസഹജമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. സ്ട്രോക്കുകൾ വന്നവർ തിരികെ എഴുന്നേറ്റ് നടക്കട്ടെ. ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ക്ലോട്ട് ചെയ്യപ്പെട്ട ബ്ലഡുകൾ അലിഞ്ഞു പോകട്ടെ. എല്ലാ യൂറിനറി സംബന്ധമായ രോഗങ്ങളും മാറിപ്പോകട്ടെ. യൂട്രസുകളിലുള്ള ട്യൂമറുകൾ പുറത്തു പോകട്ടെ. സ്തോത്രം. രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ആൻജിയോഗ്രാമുകൾ മാറ്റിവെക്കപ്പെടട്ടെ. ബൈപ്പാസുകൾ മാറ്റിവെക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. കോടതി നടപടികൾക്ക് തീർപ്പുണ്ടാകട്ടെ. അനീതി വെളിപ്പെടുവാൻ അനുവദിക്കരുത്. മദ്യപാന, വ്യഭിചാര, വെറിക്കുത്തുകൾ കുടുംബങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. പഠന നിലവാരം ഉയരട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടത് ഇവരുടെ കരങ്ങളിൽ നൽകിയാട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണം. യേശുവേ, വസ്തുക്കളെ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി ഐശ്വര്യമായി മാറട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരു വിസ തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.